ചോപ്പുരാശിയിൽ പിറന്ന സൂര്യ തേജസ്സേ, അസ്തമിക്കയില്ല എന്നും നിത്യതാരകേ. മനുഷ്യ സ്നേഹമേ, മനുഷ്യ സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. വിജയൻ മാഷ്, പ്രിയപ്പെട്ട MN വിജയൻ VS അച്യുതാനന്ദനെ ഒരിക്കൽ വിശേഷിപ്പിച്ചത് പരാജയം ഭക്ഷിച്ചു ജീവിക്കുന്നവൻ എന്നാണ്. കാരണം അങ്ങനെ പറയാൻ വിജയൻ മാഷ് ഒരു കാരണം കണ്ടെത്തുന്നുണ്ട്. VSന്റെ പോരാട്ടങ്ങളെല്ലാം വിജയമായിരുന്നില്ല, VSന്റെ നിലപാടുകളെല്ലാം വിജയിച്ചവർക്കൊപ്പമായിരുന്നില്ല. തോൽവികളുടെ പടുകുഴിയിൽ വീണ് തൻ്റെ പിൻതലമുറക്കാർ വരെ പിന്നീട് പാർട്ടിയിലെ ചില കാര്യങ്ങളാണ്, അത് ഈ ഘട്ടത്തിൽ ഞാൻ പറയുന്നില്ല. അങ്ങനെ അദ്ദേഹം പാർട്ടിക്കകത്തും പുറത്തും നടത്തിയ പോരാട്ടങ്ങൾ എപ്പോഴും വിജയിച്ചവർക്കൊപ്പമായിരുന്നില്ല, വിജയിക്കുന്നവർക്കൊപ്പമായിരുന്നില്ല. പരാജയപ്പെട്ടവർക്കൊപ്പം നിൽക്കുകയും അവരുടെ നേതൃത്വം ഏറ്റെടുക്കുകയും അവരെ കൂടി അതിനൊപ്പം ആ വിജയിച്ചവരുടെ ഒപ്പം ചേർക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയ ഐതിഹാസികമായ പോരാട്ടം കൂടിയായിരുന്നു VSൻ്റെയും ഈ സമര പതിറ്റാണ്ടുകളെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഇപ്പോൾ VSനെ ഓർക്കുന്നവരെല്ലാം VS അച്യുതാനന്ദൻ എന്ന ഒരിക്കലും നിലയ്ക്കാത്ത പോരാളിയുടെ അനുഭവങ്ങളെ പറ്റിയാണ്, അവരോടൊപ്പം പ്രവർത്തിച്ച പോരാട്ടം നിലയ്ക്കാത്ത VSനെ പറ്റിയാണ് പറയുന്നത്. നേരത്തെ മന്ത്രി P രാജീവ് പറഞ്ഞ ഒരു കാര്യം VS ആണ്, അതുകൊണ്ട് രോഗക്കിടക്കയിലും അദ്ദേഹം തിരികെ വരുമെന്ന് അവസാന നിമിഷം വരെ ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചു എന്ന്. അങ്ങനെ VS അച്യുതാനന്ദൻ മരണത്തോട് വരെയും ആ നിലയിൽ പോരാട്ടം നടത്തുകയും അതിനെ പരാജയപ്പെടുത്തുകയും ചെയ്യും എന്ന് കരുതിയിട്ടുണ്ട്. അദ്ദേഹം ചെറുപ്പകാലത്ത് ഒരു അനുഭവം ഇങ്ങനെയാണ് എഴുതുന്നത്: വസൂരി വന്ന അമ്മയെ അകലെയുള്ള ഓലപ്പുരയിലേക്ക് മാറ്റിയപ്പോഴും, ഓലക്കീറിലൂടെ അമ്മയെ അവസാനമായി കണ്ടപ്പോഴും, പിന്നീട് 11ാം വയസ്സിൽ അച്ഛനെ നഷ്ടപ്പെട്ടപ്പോഴും കരഞ്ഞു വിളിച്ചിട്ടും കേൾക്കാത്ത ദൈവം പിന്നീട് അങ്ങോട്ടുണ്ടെന്ന വിശ്വാസം തനിക്കുണ്ടായിട്ടില്ല. പിന്നീട് താൻ പ്രാർത്ഥിച്ചിട്ടില്ല, ഒരു ദൈവത്തിനെയും വിളിച്ചിട്ടില്ല എന്ന് VS പറയുന്നുണ്ട്. അങ്ങനെ VS ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഉറയ്ക്കുക എന്ന് നമ്മൾ പറയുന്ന പ്രായം ഉണ്ടല്ലോ, ആ പ്രായം മുതൽ തന്നെ ഏതാണ്ട് ഒരൊറ്റയാൻ പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യത്തിൽ അങ്ങേയറ്റം അടിയുറച്ച് അതിൻ്റെ അവസാനം വരെ നിൽക്കുകയും അതിൽ പല ഘട്ടങ്ങളിലും അദ്ദേഹം ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്, പലപ്പോഴും പഴി കേട്ടിട്ടുണ്ട്, പാർട്ടിയിൽ വലിയ വിമർശനങ്ങൾ അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന് ശരി എന്ന് തോന്നിയ വിഷയങ്ങളിൽ അവസാനം വരെയും അദ്ദേഹം അതിനോട് ഒരിഞ്ച് പൊരുത്തപ്പെടാതെ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരിഞ്ച് പിന്മാറാതെ നിന്നു എന്നതാണ് VS അച്യുതാനന്ദന് കേരളത്തിലെ പൊതുസമൂഹം കൽപ്പിക്കുന്ന വലിയ വില. അതുതന്നെയാണ് കാരണം അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നുന്ന വിഷയങ്ങളിൽ ഉറച്ചു നിന്നിട്ടുണ്ട്, അതിൽ വെള്ളം ചേർത്തിട്ടില്ല, ഒരു തരിമ്പ് പോലും അതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല എന്ന് VSനെ അറിയുന്ന മലയാളികൾ മുഴുവൻ പറയും. അതുകൊണ്ടാണ് VS ഒരു പ്രതീക്ഷയായി അവരവരുടെ മുന്നിൽ നിലനിൽക്കുന്നത്. VS നമ്മളെ നയിക്കാനുണ്ട്, VS ഒരു പോരാളിയായി നമ്മളോടൊപ്പമുണ്ട്. കഴിഞ്ഞ ദിവസം VSൻ്റെ സന്തത സഹചാരിയായിരുന്ന സുരേഷ് അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് VS ആശുപത്രി കിടക്കയിലുണ്ട്, ആശുപത്രിക്ക് പുറത്ത് എല്ലാവരും കാത്തു നിൽക്കുകയാണ്, VSന് കുറച്ച് ഭേദമുണ്ട്, VS തിരികെ ജീവിതത്തിലേക്ക് വരുന്നു എന്നൊരു സൂചന കിട്ടി. സുരേഷ് ഉൾപ്പെടെയുള്ളവർ അവരവരുടെ നാട്ടിലേക്ക് പോവുകയാണ്. ആ ഘട്ടത്തിൽ VSന് ഓർമ്മ ഇല്ല, അദ്ദേഹത്തിൻ്റെ ശ്വാസോച്ഛ്വാസവും ഹൃദയമിടിപ്പും ഒക്കെ ഉള്ളൂ. അപ്പോഴും VS അച്യുതാനന്ദൻ ആശുപത്രി കിടക്കയിൽ ജീവനോടെ ഉണ്ട് എന്നതാണ് വലിയ പ്രതീക്ഷ, വലിയ ആശ്വാസം, അത് ഒരു ധൈര്യമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരികളായിരുന്നവർ ആശുപത്രി മുറ്റത്ത് നിന്ന് നാടുകളിലേക്ക് അല്ലെങ്കിൽ അവർ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും വന്നവരാണ്, അവിടേക്ക് പോകുന്നത് അവർ തന്നെ എഴുതിയത് നമ്മൾ വളരെ ഹൃദയസ്പർശിയായി ഈ ദിവസങ്ങളിൽ വായിക്കുകയുണ്ടായി. VS അച്യുതാനന്ദൻ അങ്ങനെയാണ്, അദ്ദേഹം കൂടെ നിൽക്കുന്നവരെ അങ്ങനെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുകയോ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവർക്ക് ഹൃദയം പറിച്ചു നൽകുന്നു എന്ന് നമ്മൾ സാധാരണ അർത്ഥത്തിൽ പറയുന്ന അത്തരം ഒരു പൊതുപ്രവർത്തകനായിരുന്നില്ല. പക്ഷേ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയങ്ങളിൽ അദ്ദേഹം അതിന് അവസാനം വരെ നിൽക്കും എന്നതാണ് അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ വലിയ ജനക്കൂട്ടത്തെ, അത് പാർട്ടിക്കും രാഷ്ട്രീയത്തിനും ഒക്കെ അതീതമായി വലിയ ജനക്കൂട്ടത്തെ പ്രേരിപ്പിച്ചതാണ്. ഇപ്പോൾ കൃഷ്ണപിള്ളയ്ക്ക് ശേഷം VS അച്യുതാനന്ദൻ അല്ലെങ്കിൽ അത്രയും ജനകീയനായ ഒരു കമ്മ്യൂണിസ്റ്റായി VSനെ പലരും വിലയിരുത്തുന്നുവെങ്കിൽ അത് അദ്ദേഹം കൈക്കൊണ്ട ആശയ സമരത്തിൽ അദ്ദേഹം അതിനോട് അടിയുറച്ചു നിന്നു എന്നതുകൊണ്ട് തന്നെയാണ്. EMSൻ്റെ ഭരണ തുടർച്ച, EMS സർക്കാരിൻ്റെ തുടർ സർക്കാർ എന്ന നിലയിലായിരുന്നു VS സർക്കാരിനെ പലരും കണ്ടത്. അദ്ദേഹം കൈകാര്യം ചെയ്ത ഭൂമി വിഷയം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ്. ഭൂരാഷ്ട്രീയം ഭരണത്തിലെത്തിയപ്പോഴും പ്രതിപക്ഷത്തായിരുന്നപ്പോഴും ഇനി അധികാരമൊന്നും ഇല്ലാതിരുന്നപ്പോഴും അദ്ദേഹം ഉപയോഗിച്ചതുപോലെ, അദ്ദേഹം അത് ഉയർത്തിക്കൊണ്ട് വന്നതുപോലെ, അദ്ദേഹം അതിൽ നമ്മളെയൊക്കെ ബോധവാന്മാരാക്കിയതുപോലെ മറ്റാരും അത്തരം ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല.